ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ 4th മൊഡ്യൂളിലെ 3rd സെഷനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഹോം പേജിൻ്റെ ഫോമാറ്റ് ഇരിക്കേണ്ടത് എന്നാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ എന്താണ് തീം, അതിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും ഓരോ ബ്ലോക്സും സെക്ഷൻസും എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇന്ന് നമ്മൾ ഒരു ഹോം പേജിൻ്റെ ഫോമാറ്റാണ് കാണിക്കുന്നത്. എങ്ങനെയായിരിക്കണം ഒരു ഹോം പേജിൽ, എന്തൊക്കെ ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഹോം പേജ് ചെയ്യണ സമയത്ത് നമ്മൾ കൂടുതൽ അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരു കസ്റ്റമർ പോലും കുറേ നേരം ഒരു ഹോം പേജിൽ വന്നിരിക്കാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. കാരണം നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത് എപ്പോഴും ഒരു പ്രൊഡക്റ്റിനെ ആയിരിക്കും. അപ്പോൾ പ്രൊഡക്റ്റിനെ അഡ്വർടൈസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് പേജിലോട്ട് വന്നായിരിക്കും ഒരു കസ്റ്റമർ ലാൻഡ് ചെയ്യുന്നത്. പക്ഷേ എങ്ങാനും നമ്മുടെ ഹോം പേജിൽ അവർ വന്ന് നോക്കണമെങ്കിൽ ആ ഒരു ഹോം പേജ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവണം. അപ്പോൾ ആ ഒരു ഹോം പേജ് എന്തൊരു ഫോമാറ്റിൽ അയക്കണം എന്നാണ് ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സെഷനിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു നല്ലൊരു ഹോം പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോമാറ്റ് എന്താണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ പൊതുവേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു ഹോം പേജിലോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഒരു ആഡ് റൺ ചെയ്യണ സമയത്ത് നമ്മൾ ഒരു ഇന്ന പ്രൊഡക്റ്റിന് വേണ്ടി ആയിരിക്കും നമ്മൾ ആഡ് റൺ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ പേജിലോട്ടായിരിക്കും ആ ഒരാൾ വന്ന് ലാൻഡ് ചെയ്യുന്നത്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ലാൻഡ് ചെയ്യുന്നത് ആ ഒരു പേജിലോട്ടായിരിക്കും. അപ്പോൾ അയാൾ വരുന്നു, ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു, പോകുന്നു. ചില ആൾക്കാരുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ ഹോം പേജിലോട്ട് വന്ന് വേറെ എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടെന്നൊക്കെ അറിയാനായിട്ട് ഹോം പേജിലോട്ട് വന്നത്. അപ്പോൾ പക്ഷേ അങ്ങനെ വന്ന ആൾക്കാർ വരുന്ന സമയത്ത് നമ്മുടെ ഹോം പേജ് കാണാൻ ഭംഗി ഉണ്ടാവണം. പക്ഷെ അതും പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ സമയം ഈ ഹോം പേജ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കളയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ ചെയ്ത് വെക്കണം. മിനിമം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഫോമാറ്റ് ഉണ്ട്. ആ ഫോമാറ്റ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഒരു ഹോം പേജ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഭാവിയിൽ നമ്മളൊരു വലിയ ബ്രാൻഡ് ആവണമെങ്കിൽ നമുക്ക് അത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്തായാലും നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഗൈസ്, ഇവിടെ ഓൾറെഡി ഹെഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഇമേജ് വിത്ത് ടെക്സ്റ്റ് ഉണ്ട്. ഇതാണ് ഇമേജ് വിത്ത് ടെക്സ്റ്റ്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫീച്ചേർഡ് കളക്ഷൻ ഇതിൽ ഓൾറെഡി ഉള്ളതാണ്. നമുക്ക് ഇനി ഒരു ഫീച്ചേർഡ് കളക്ഷനും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, നമ്മളൊരു ഫീച്ചേർഡ് കളക്ഷനും കൂടി ആഡ് ചെയ്തു. പിന്നെ നമുക്കൊരു മൾട്ടി കോളം ആഡ് ചെയ്യാം. അത് നമുക്ക് ടെസ്റ്റിമോണിയൽസ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഒരു മൾട്ടി കോളം കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു ഇമെയിൽ സൈനപ്പ് പേജും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഫൂട്ടർ സെക്ഷനിലോട്ട് പോവാം. ഫൂട്ടർ സെക്ഷനിൽ ഇവിടെ ഓൾറെഡി ഇമെയിൽ സൈനപ്പ് ഉണ്ട്. പക്ഷേ അത് നമ്മൾ മുകളിൽ ആഡ് ചെയ്തേക്കണോണ്ട് നമുക്ക് ഇത് വേണ്ട. ഓക്കെ, നമുക്കത് വേണ്ട, നമുക്കത് ഡിലീറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഇവിടെ കൊണ്ടുവന്നിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടെ വേണ്ട. അപ്പോൾ വൺസ് നമ്മൾ ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് മുകളിലോട്ട് നമ്മുടെ ഹെഡർ ഭാഗത്തോട്ട് ചെന്നിട്ട് നമുക്ക് ഈ ഒരു അനൗൺസ്മെൻറ്റ് ബാർ നമുക്കൊന്ന് റെഡിയാക്കാം. നമുക്ക് ഇവിടെ വെൽക്കം ടു ആ സ്റ്റോർ മാറ്റിയിട്ട് ഫ്രീ ഷിപ്പിംഗ് ആക്കാം. ഓക്കെ, അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ടുഡേ ആക്കുമ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഫുള്ള് ഇതിങ്ങനെ മുകളിൽ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലോട്ട് ഒരു കസ്റ്റമർ വരുമ്പോൾ എന്താ സംഭവിക്കുക, അവർ വിചാരിക്കും ഒന്ന് ഫ്രീ ഷിപ്പിംഗ് ആണ്, നമുക്ക് അത് എടുക്കാം, അതൊരു ഓഫറാണല്ലോ വിചാരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തെങ്കിലും ലിങ്ക് നമുക്ക് വേണമെങ്കിൽ പേസ്റ്റ് ചെയ്യാം. നമുക്ക് അവിടെ ഒന്നും പേസ്റ്റ് ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ അതുവരെ കിടക്കട്ടെ. ഇനി നമുക്ക് ലോഗോയിലോട്ട് പോവാം. ലോഗോയിലോട്ട് പോണ സമയത്ത് നമുക്ക് ഒരു ലോഗോ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ വെറുതെ ഒരു ലോഗോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാനിവിടെ ആഡ് ചെയ്യണതാണ്. നിങ്ങൾ ശരിക്കും ഇങ്ങനത്തെ ഒരു ലോഗോ അല്ല ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ക്യാൻവയിലോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലോ കയറി നല്ലൊരു ലോഗോ എഡിറ്റ് ചെയ്തിട്ട് വേണം ഇതിൽ ആഡ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരു മെഡിസിൽ സ്റ്റോർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് വെച്ചെന്നുള്ളൂ. നമ്മളിത് ഫുൾ സൈസിലിടാം. സൈസൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ,
പിന്നെ ഇടയ്ക്ക് ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. കാരണം അല്ലെങ്കിൽ ഓഫായി പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് മുഴുവനും പോകാനുള്ള സാധ്യത പോകും. അത്ര തന്നെ. ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ നമ്മൾ തീർത്ത് പിന്നെ നമ്മൾ ലോഗോ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ഒരു ഫോർമാറ്റാണിത്. ഈ ഒരു ഫോർമാറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫൂട്ടർ സെക്ഷനിലോട്ട് പോകാം. ഫൂട്ടർ സെക്ഷനിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഫൂട്ടർ സെക്ഷനിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഇമെയിൽ സൈനപ്പ് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മളിവിടെ ഓൾറെഡി ഇമെയിൽ സൈനപ്പ് ആഡ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഇമെയിൽ സൈനപ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഈ ഫൂട്ടറിൽ നമുക്ക് ആഡ് ബ്ലോക്ക് ചെയ്യാം. നമുക്കിവിടെ മെന്യൂസ് നോക്കാം. അപ്പോൾ ഒരു ക്വിക്ക് ലിങ്ക് നമുക്ക് കിട്ടി. ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ സെക്കൻഡ് ചാപ്റ്ററിലോ സംതിങ് നമ്മൾ ഇവിടെ പഠിക്കേണ്ട അബൌട്ട് അസ്, കോണ്ടാക്ട് അസ് ഒക്കെ ചെയ്യണം നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ ക്വിക്ക് ലിങ്ക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഒരു ബ്ലോക്കും കൂടെ ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോണേണ്. ഈ ടെക്സ്റ്റിൽ നമ്മൾ ഈ ഹെഡിങ് മാറ്റിയിട്ട് ലെറ്റ്സ് ടോക്ക് എഴുതാം. എന്നിട്ട് ഇവിടെ നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി എന്നുള്ള കാര്യം പോലെ അവിടെ എഴുതാം. അത് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്തിടാം. സേവ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ അത്രയും കാര്യങ്ങൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സെക്ഷൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഇമേജ് വിത്ത് ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഈ ഇമേജ് വിത്ത് ടെക്സ്റ്റിൽ നമുക്ക് ആദ്യം ഒരു ഇമേജ് ആഡ് ചെയ്യാം. അപ്പോൾ വെബ്സൈറ്റിൽ ഹോം പേജിൽ ഇമേജ് എന്ത് വേണമെങ്കിലും ആവാം. നമ്മുടെ വെബ്സൈറ്റിനോട് സെറ്റായി പോകുന്ന ഏത് ഇമേജ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു പ്രൊഡക്റ്റ് ഇമേജ് നേരത്തെ നമ്മുടെ ബെസ്റ്റ് സെല്ലർ എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടേക്കണ ഈ ഒരു പ്രൊഡക്റ്റ് ഇമേജാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ ഒരു ഇമേജ് ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഞാൻ അപ്പോൾ ഞാൻ ഷോപ്പ് ആ 2025 ബെസ്റ്റ് സെല്ലർ നൗ ലൈവ് ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഈ ഒരു ഇതാണ് ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ ബെസ്റ്റ് സെല്ലറായിട്ട് നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പേജിലോട്ട് പോവാം. അപ്പോൾ ഇപ്പം നമ്മൾ ഓൾറെഡി നേരത്തെ വീഡിയോയിൽ നമ്മളിവിടെ ലിങ്ക് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് എല്ലാ പ്രൊഡക്ട്സും കാണിക്കണമെങ്കിൽ നമ്മൾ ഓൾ പ്രൊഡക്ട്സ് ആഡ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ വൺസ് ഓൾ പ്രൊഡക്ട്സ് ആഡ് ചെയ്യുമ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, എല്ലാ പ്രൊഡക്ട്സും ഉള്ള ആ ഒരു പേജിലോട്ട് പോകും. അവിടെ നമുക്ക് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ട, നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. അടുത്തത് നമുക്ക് വരുന്നത് ഫീച്ചേർഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഈ ഫീച്ചേർഡ് പ്രൊഡക്ട്സിൽ നമുക്ക് ഈ ഫീച്ചേർഡ് പ്രൊഡക്ട്സ് എന്നുള്ള സംഭവം മാറ്റിയിട്ട് ബെസ്റ്റ് സെല്ലേഴ്സ് 2025 ഇടാം. അങ്ങനെ ഹെഡിങ് ഇടാം. എന്നിട്ട് ഇപ്പോൾ ഇതിലെ എല്ലാ പ്രൊഡക്ട്സും 4 പ്രൊഡക്ട്സ് ആയിരിക്കും ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ 4 പ്രൊഡക്റ്റ് കൗണ്ട് 4 കൊടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും കാണിക്കണം. അപ്പോൾ നമ്മൾ ബെസ്റ്റ് സെല്ലേഴ്സ് ആയിട്ട് കളക്ഷനിൽ നമ്മൾ ഓൾറെഡി 4 പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് തന്നെ ഇവിടെ ആഡ് ചെയ്യാം. ആദ്യം തന്നെ കളക്ഷനിൽ വരാം, റിമൂവ് കളക്ഷൻ നിൽക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ 2025 ബെസ്റ്റ് സെല്ലേഴ്സ് ഉണ്ട്, അത് കൊടുക്കുക. അപ്പോൾ കണ്ടോ ഇവിടെ മാറി, വേറെ നമുക്ക് കിട്ടി. പിന്നെ നമ്മളിനി ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ ഒരു വ്യൂ ഓൾ ബട്ടൺ ഓണാക്കി വെക്കുക. കാരണം ഇപ്പോൾ ഈ ഒരു 4 പ്രൊഡക്റ്റിനേലും കൂടുതൽ ബെസ്റ്റ് സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ വ്യൂ ഓൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണിക്കും. അപ്പോൾ അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പ്രൊഡക്റ്റ്സും കൂടി കിടക്കുന്നത് കാണാൻ പറ്റും. ഇനി നമുക്ക് അപ്പോൾ അത് അത്രേ ഉള്ളൂ. ഇനി അടുത്ത നമ്മുടെ ഫീച്ചേർഡ് കളക്ഷനിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ രണ്ടിടത്തും എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടും ഫീച്ചേർഡ് കളക്ഷൻ തന്നെയാണ്, പക്ഷെ രണ്ടും ഇരിക്കണ ഒരു ഇതിന് വ്യത്യാസമില്ലേ. മറ്റേത് സ്വൈപ്പ് ചെയ്യുന്നതാണ്,
ഇത് ഇങ്ങനെ 4 ഒരുമിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെ 2 തരം വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി കാണാൻ നല്ലത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഫീച്ചർഡ് കളക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീച്ചർഡ് കളക്ഷൻ മാറ്റിയത് നമുക്ക് വേറെ ഒരു ന്യൂ അറൈവൽ എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമ്മൾ കളക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂ അറൈവൽസ് നമുക്കിവിടെ നെയിം ഇടാം. എന്നിട്ട് നമുക്കിവിടെ കളക്ഷൻസിൽ സെലക്ട് ചെയ്യാം, ന്യൂ അറൈവൽസ് ഇടാം. ഓക്കെ, അപ്പോൾ ആ ഫോട്ടോസ് ഇവിടെ തനിയെ പോപ്പുലേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും നമുക്ക് വ്യൂ ഓൾ ബട്ടൺ ഓൺ ആണ്, ബാക്കിയെല്ലാം ഓക്കെ, എല്ലാം സെറ്റാണ് അല്ലേ. അപ്പോൾ ആ ഒരു സെക്ഷനും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി കോളം എന്ന് പറഞ്ഞ സെക്ഷനാണ്. മൾട്ടി കോളം 2 മൾട്ടി കോളം സെക്ഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് മൾട്ടി കോളം സെക്ഷൻ നമ്മൾ ടെസ്റ്റിമോണിയൽസ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. നമുക്കിവിടെ ടെസ്റ്റിമോണിയൽസ് ഓക്കെ, ടെസ്റ്റിമോണിയൽസ് ആഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ലൈക്ക് ഒരു 2-3 ആൾക്കാരുടെ പേരും പിന്നെ അവർ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രൊഡക്ട്സിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിടാവുന്നതാണ്. ഇവിടെ നമുക്ക് ഒരു ഫോട്ടോ, എന്തെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ആരുടെങ്കിലും ഫോട്ടോ ഒന്നില്ലെങ്കിൽ അത് നമുക്ക് അറിയണ ആരെങ്കിലും അയക്കണം, അല്ലാണ്ട് വെറുതെ റാൻഡമായിട്ട് ഒരാളുടെ ഫോട്ടോ എടുത്തിട്ട് പ്രശ്നമാക്കരുത്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഫോട്ടോ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു AI ജനറേറ്റഡ് ഇമേജ് ആണെങ്കിലും വേണമെങ്കിൽ ഇടാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു പേരിടാം, മീര കൊച്ചി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ടെസ്റ്റിമോണിയൽ ഇങ്ങനെ ആഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് 3 ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ ടെസ്റ്റിമോണിയൽസും ആഡ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതാക്കാം, ചെറിയ ടെസ്റ്റിമോണിയൽസ് ആക്കാം, അല്ല ഞാൻ പറഞ്ഞ പോലെ ഫോട്ടോസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാവുന്നതാണ്. 4 5 എത്ര വേണമെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അടുത്ത മൾട്ടി കോളത്തിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യണത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹെഡിങ് നമുക്ക് ബൈ ഫ്രം അസ് എന്ന് കൊടുക്കാം. അത് നമുക്ക് സ്മോൾ ആക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ കോളത്തിൽ നമുക്ക് നമ്മുടെ ഫാസ്റ്റ് ഡെലിവറി, നമ്മുടെ സർവീസസും കാര്യങ്ങളും നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കോളം നമുക്ക് ഇപ്പോൾ ഇവിടെ 3 കോളംസാണ് ഉള്ളത്, നമുക്ക് ഒരെണ്ണം കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 4 കോളംസ് ഇപ്പോൾ ആഡ് ചെയ്തു. അപ്പോൾ അതിൽ ഫസ്റ്റ് കോളം നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ഇമേജ് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ഹെഡിങ് ലോവസ്റ്റ് പ്രൈസ് ഓഫേർഡ് എന്ന് കൊടുക്കാം. ഇതിൻ്റെ ആവശ്യം നമുക്കില്ല, നമുക്കറിയാം. ഇനി അടുത്ത കോളത്തിൽ നമുക്ക് fast and free shipping കൊടുക്കാം. ഇവിടെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാം. നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ ചെയ്യണ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യയിൽ മിക്ക ആൾക്കാർക്കും ക്യാഷ് ഓൺ ഡെലിവറി ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടെന്ന് കൊടുക്കാം. പിന്നെ നമുക്ക്
ഇവിടെ (24/7) support. ഓക്കെ അപ്പോൾ നമ്മൾ ഈ 4 കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കണ സർവീസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബട്ടൺ സത്യം പറഞ്ഞാൽ ഈ ഒരു ബട്ടൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം, ഈ ബട്ടൺ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കളയാം. ഓക്കെ, അത് ആ എഴുതിയേക്കണ സംഭവം അവിടെ നിന്ന് കളഞ്ഞു കഴിഞ്ഞാൽ അത് പോയിക്കോളും. ഇവിടെ വേണം നമുക്ക് പറഞ്ഞില്ലേ ഇവിടെ ഷോപ്പ് നൗ എന്ന് പറഞ്ഞ് കൊടുക്കാം, പക്ഷെ അതിൻ്റെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ബട്ടൺ ഇവിടെ നിന്ന് കളയാം. എന്നിട്ട് ഇതെല്ലാം നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പ് വ്യൂവിലോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. എല്ലാ ലൈക്ക് ആമസോണിൻ്റെ സൈറ്റിലാണ് നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ കാണാൻ പറ്റും. അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് കാണാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ 4 കൂടി ഒരുമിച്ച് വന്നപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവിടെ വേറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എക്സാമ്പിളായിട്ട് കുറച്ച് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങളെ കാണിച്ചെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ഹോം പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഫസ്റ്റ് അത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ അനൗൺസ്മെൻറ്റ് സെക്ഷനിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങും കാര്യങ്ങളും എഴുതി നമ്മൾ ലോഗോ ആഡ് ചെയ്തു. നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ, ഇമേജ് വിത്ത് ടെക്സ്റ്റിൽ സെക്ഷൻസിൽ ഫോട്ടോ ആഡ് ചെയ്തു, അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്തു, ആ ഒരു പ്രൊഡക്റ്റ് പേജിലോട്ട് പോകണ ലിങ്ക് ആഡ് ചെയ്തു. പിന്നെ ഫീച്ചർഡ് കളക്ഷനിൽ നമ്മൾ ബെസ്റ്റ് സെല്ലേഴ്സും ന്യൂ അറൈവൽസും ആഡ് ചെയ്തു. അതുപോലെ നമ്മൾ ടെസ്റ്റിമോണിയൽസും പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസും ആഡ് ചെയ്തു. പിന്നെ ഇവിടെ നമ്മൾ ഇമെയിൽ സൈനപ്പ് ചെയ്തിട്ടുണ്ടായി. അത് ഓൾറെഡി അവർ ഷോപ്പിഫൈ തന്നെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നും എഡിറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മൾ കുറച്ച് ക്വിക്ക് ലിങ്ക്സും പിന്നെ ചെറിയൊരു ലെറ്റ്സ് ടോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമ്മൾ സേവ് ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ എല്ലാം പോവും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ഒരു ഡെസ്ക്ടോപ്പ് വ്യൂവും കൂടി ഒന്ന് ജസ്റ്റ് കാണാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഡെസ്ക്ടോപ്പ് വ്യൂ. ഓക്കെ, അപ്പം നമ്മുടെ ഒരു ഹോം പേജ് എങ്ങനെ ഒരു ഹോം പേജ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിൾ ഫോർമാറ്റാണ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ സെക്ഷൻ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് ഒരു ഹോം പേജിൻ്റെ ഫോർമാറ്റ് ഉണ്ടാവേണ്ടത് എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ലോഗോ ഒക്കെ ചെയ്തത് ഞാനൊരു വെറുതെ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ചെയ്താൽ, നിങ്ങൾ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി നല്ല രീതിക്ക് ക്യാൻവയിലൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഈ ഹോം പേജിലിരുന്ന് കുറേ ടൈം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് പേജാണ്. അപ്പോൾ അടുത്ത സെഷനിൽ നമ്മൾ പ്രൊഡക്റ്റ് പേജ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നായിരിക്കും കാണിച്ചു തരാൻ പോണത്. ഈ ഹോം പേജിൽ ഒരാൾ വരാനുള്ള സാധ്യത ഭയങ്കര 2% ഉള്ളൂ. ബാക്കിയുള്ള ശതമാനം ഫുള്ള് നമ്മുടെ പ്രൊഡക്റ്റ് പേജിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ആർക്കെല്ലാം എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതല്ല, അവിടെ കമൻറ്റിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കഷൻ ഗ്രൂപ്പിൽ വന്ന് ചോദിക്കാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ആഡ് ആയാൽ മതി. പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യം പറഞ്ഞ പോലെ ഇത് ഒരു ഷോപ്പിഫൈ സ്റ്റോർ ബിൽഡ് ചെയ്യാൻ പഠിക്കണ, ഒരു സ്കില്ല് പഠിക്കണ ഒരു ക്ലാസ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ക്ലാസ്സേ അല്ല ഞാൻ എടുക്കുന്നത്. അത് നിങ്ങളോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഒരു ഷോപ്പിഫൈ സ്റ്റോർ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ബിൽഡ് ചെയ്ത് തരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ടീം അവൈലബിൾ ആണ്. ഇത് ഒരു പെയ്ഡ് സർവീസാണ്. ഞാനിപ്പോഴും പറഞ്ഞത് ഒരു പെയ്ഡ് സർവീസാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു സർവീസ് വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത സെഷനിൽ നമ്മൾ കാണാം. അതുവരെ ബൈ ഗൈസ്, ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.